130ഓളം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ തുടർച്ചയായി 3 ദിവസം വിചാരണ നടത്തി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി കടന്നുപോയ അതിക്രൂരമായ പീഡന പരമ്പരകൾ ഓർക്കാൻ കൂടി വയ്യ. 10 ദിവസം വേണ്ടി വന്നു പോലീസ് ഇടപെടൽ ഉണ്ടാകാൻ തന്നെ. അപ്പോഴേക്കും തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന നട്ടലില്ലാത്ത സഹപാഠികളെക്കാളും ആക്രമണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് ഭീകരരെക്കാളും ക്രിമിനലുകൾ അവിടത്തെ അധ്യാപകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറ്റകളാണ്. പാർട്ടി കോട്ടയിൽ പിൻവാതിലിൽ കൂടി നിയമനം നേടിയ പാർട്ടി അടിമകളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനുമുപരി കേരള സമൂഹം ലജ്ജിക്കേണ്ടത് ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചാണ്. ഇത്രയും നശിച്ച ഒരു ഭരണമുണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ അഴിഞ്ഞാടിയിട്ടും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല. കേരളത്തിന് പുറത്തു നടക്കുന്ന സംഭവങ്ങളുടെ പേരിൽ കേരളത്തിൽ കിടന്ന് അലമുറയിടുന്ന സാംസ്കാരിക നാറികളെയും സിനിമാക്കാരെയും ഒന്നും ഇപ്പോൾ കാണാനില്ല. കൊല്ലപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തെ മാപ്രകളെ കൊണ്ട് വളഞ്ഞിട്ടാക്രമിച്ചില്ല എങ്കിൽ ഭാഗ്യം. കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന ബംഗാളിൽ 25,000 സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. ത്രിപുരയിലും അത്രത്തോളം ആളുകൾ കമ്മ്യൂണിസ്റ്റ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അവിടെ പോലും പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും അവരെ കൊണ്ടാകുന്നതുപോലെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ നേരിടാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവും ഇന്ന് കേരളത്തിലില്ല. മമതാ ബാനർജിയെ പോലെ ഒരു നേതാവ് ഉണ്ടാകാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ നിന്ന് മോചനം ഉണ്ടാകില്ല. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അവർ മനസ്സിലാക്കുന്ന ഭാഷയിൽ വേണം മറുപടി നൽകാൻ. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെയും ഇന്ത്യയിൽ നിരോധിക്കണം. SFI എന്ന സംഘടന കാരണമാണ് കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോലും പോകാത്തത്. ഇവന്റെയൊക്കെ വേലയും കൂലിയും ഇല്ലാത്ത നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്ത് കോടികൾ മുടക്കി പഠിക്കുന്നു. കോളേജുകളിൽ അധ്യാപകരായി കയറുന്നതിൽ നല്ലൊരു പങ്കും യോഗ്യതയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാരും. SFI എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനയെ നിരോധിക്കാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ചെറുപ്പത്തിൽ തന്നെ മനുഷ്യരെ കൊല്ലാനുള്ള ട്രെയിനിങ് ലഭിക്കുന്ന ഇവർ കുറച്ചുകൂടി കഴിയുമ്പോൾ 51 വെട്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലും. കേരളത്തിലെ ക്യാമ്പസുകൾ എന്നത് പഠിക്കാനുള്ള ഇടം അല്ലാതായി കഴിഞ്ഞിട്ട് നാളുകളേറെയായി. കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലിക്ക് കയറാനും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ചാവേറുകളെ സൃഷ്ടിക്കുവാനും മാത്രമുള്ളതായി കോളേജുകൾ മാറി. ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് ഉപയോഗവും മറ്റും ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞു. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയ അധ്യാപകർക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അധ്യാപകരെ ആക്രമിച്ച് എത്രയോ സംഭവങ്ങൾ നമ്മളിവിടെ കണ്ടിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരു കോളേജിൽ രാഷ്ട്രീയം നിരോധിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ സമരം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം ബഹളമുണ്ടാക്കി. തീരദേശത്ത് നിന്ന് വിശ്വാസികൾ സംഘടിച്ചെത്തിയതോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കണ്ടം വഴി ഓടി. അതിൽ പിന്നെ ആ ക്യാമ്പസിൽ SFI എന്ന ശല്യം ഉണ്ടായിട്ടില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് സമരത്തിന് നേതൃത്വം കൊടുത്ത ആള് ഇന്ന് MLA ആണ്. അന്ന് വേലയും കൂലിയും ഒന്നുമില്ലാതിരുന്ന ആ മഹാന്റെ മകൻ സമരം നടക്കുന്ന സമയത്ത് അയർലൻഡിൽ പഠിക്കുകയാണ്. ഈ ഭീകരവാദികളുടെ ശല്യം കേരളത്തിൽ മാത്രമാണുള്ളത്. തീവ്രവാദികളെ നേരിടുന്നത് പോലെ ഇവറ്റകളെ അടിച്ചമർത്തണം. മമതാ ബാനർജിയെ പോലെ ഒരു നേതാവ് വന്നപ്പോഴാണ് ബംഗാൾ രക്ഷപ്പെട്ടത്. BJP വന്നതോടെ ത്രിപുരക്കാരും രക്ഷപ്പെട്ടു. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമല്ല, നല്ല ചങ്കുറപ്പും നട്ടലുമുള്ള യുവതലമുറ രംഗത്തിറങ്ങണം. ഇവിടെ രാഷ്ട്രീയം വേണ്ട. ക്യാമ്പസുകളിൽ ഇത്ര ക്രൂരമായി ഒരാളെ പരസ്യ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന ഈ യുവ രാഷ്ട്രീയ സംഘടന കേരളത്തിൽ വേണോ? കേരളത്തിലെ ക്യാമ്പസുകളിൽ വേണോ? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.